ഞാൻ ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇന്ന് ഏത് വീഡിയോ റിയാക്ട് ചെയ്യുന്ന നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് കണ്ട വീഡിയോ ആണ് സാജി എന്നുള്ള വീഡിയോ. അപ്പോൾ ഇതാരാണെന്ന് നോക്കിയപ്പോഴത്തേക്കും കൂടുതലും കുറേ വഴക്കും ബഹളങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ ഇതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ട്, ഇവരുടെ കുട്ടികൾ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോ. അപ്പോൾ അതിൽ ലാസ്റ്റ് ഈ ഒരു മൂത്ത കുട്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. എന്താ പറയാമെന്ന് പറഞ്ഞാൽ കുറേ റിയാക്ഷൻ വീഡിയോ ചെയ്യണവരുണ്ട് ഉമ്മാനെ കുറിച്ചിട്ട്. അവർക്ക് എന്താ ഫുള്ള് കാര്യം നടന്നതെന്ന് ഞങ്ങൾക്കും എൻ്റെ ഉമ്മാക്കും ഈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ചെയ്ത ആൾക്കാരുള്ള കാര്യം മൊത്തം അറിയൂല. അപ്പൊ ഈ എൻ്റെ ഉമ്മമാന്റെ വോയിസ് ഇറങ്ങി, അതിലെല്ലാ കാര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ? നിങ്ങളൊക്കെ കമന്റും നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ കണ്ട അവരിവിടെ ഇരുന്ന് ഇതെല്ലാം അനുഭവിച്ചിട്ട് പറയണവരാന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ശരിക്കും ഞങ്ങളാണ് ഇത് മൊത്തം അനുഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അത്രയ്ക്കും വെറുപ്പിച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോസ്. ഇമ്മമ്മ പറഞ്ഞൊക്കെ അങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് വിശ്വസിച്ച് കുറേ പേരുണ്ട് വീഡിയോ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? ഇവിടുത്തെ കാര്യം എന്തെങ്കിലും അറിയോ? അപ്പൊ ഈ ഒരു ചോദ്യത്തിന് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്, എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാന്നുള്ളത്. ഇത് ഈ പയ്യൻ റിയാക്ടേഴ്സിനോട്, ഇവരുടെ വീഡിയോക്ക് എതിരെ റിയാക്ട് ചെയ്യുന്ന റിയാക്ടേഴ്സിനോട് ചോദിച്ച ചോദ്യമാണ്, എന്തെങ്കിലും അറിഞ്ഞിട്ടാണെന്നുള്ളത്. അപ്പൊ ഞാൻ ഈ വീഡിയോസിലൂടെ പോയപ്പോഴത്തേക്കും കണ്ടത്, ഈ സാജിദ് എന്ന് പറഞ്ഞ സാജി പല സ്ഥലത്തുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇടുന്നു. അതിൽ തെറിവിളിയും ചീത്തവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇടക്ക് എന്താണ് ഇവരുടെ ഉമ്മാടെ ഡാൻസ് ഇട്ടുണ്ടായിരുന്നു, ഷഡ്ഡി ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ഇതേപോലെയുള്ള റിയാക്ടേഴ്സ് ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നത്, നീ അത് ചെയ്ത ശരിയല്ല, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത്, ഉമ്മാനെ അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. അപ്പൊ ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കണ്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഇവരുടെ വീഡിയോസ് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല മിക്ക ആൾക്കാരുടെയും. എല്ലാവരും പറയുന്നില്ല, ചില ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സമൂഹത്തിന് മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ അതിന്റെ എന്താ പറയാ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഒട്ടുമിക്ക യൂട്യൂബ് റിയാക്ടേഴ്സും ഇതിന്റെ സമൂഹ നന്മ ഉദ്ദേശിച്ചിട്ടാണ് ചെയ്തെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. അവർക്കൊരു വൈറൽ കണ്ടന്റ് കിട്ടണം, ഇത് ആൾക്കാർ കൂടുതൽ കാണും എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ബാക്കിയുള്ള ആൾക്കാരുടെ സമയം മെനക്കെടുത്താനായിട്ട്. അപ്പൊ എനിക്കും ഈ പയ്യൻ ചോദിച്ച ചോദ്യമാണ് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണ് ചെയ്യുന്നത്? അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലംസ്, അത് ഞാൻ സാജിദിനെയും അതേപോലെ തന്നെ അവരുടെ ഉമ്മനെയും രണ്ടുപേരും കുറ്റപ്പെടുത്തി അനുകൂലിച്ച് പറയുന്നില്ല. അവരുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് അതാണ് ശരി ഇതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഹെയ്റ്റ് സ്പീച്ചും കൂടി സ്പ്രെഡ് ചെയ്തിട്ട് ഉള്ള രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾ എന്തിനാ ചെയ്യുന്നത്? വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കണ്ടേ, ഒരു നല്ല മെസ്സേജ് കൊടുക്കണ്ടേ? ഇത് എന്താണെന്നറിയോ, നമ്മളുടെ അയൽപക്കത്ത് എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ തലയും വാലും തുമ്പൊക്കെ കേട്ടിട്ട് കുറെ അഭ്യൂഹങ്ങൾ പറയൂലേ, ഇത് ഇങ്ങനെയാണ്, അത് മറ്റേതാണ് മറിച്ചാണെന്നുള്ളത്. ആ സംഭവം തന്നെ അത് തന്നെയാണ് ഇവിടെ എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് കുറെ എന്താണ് സീരിയൽ കാണുന്ന ടീംസ്, കുടുംബ സീരിയൽ കാണുന്ന ടീംസ്, അമ്മായിയമ്മ മരുമകളുടെ വഴക്ക് കാണുന്ന ടീംസ്, അത് എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് ഒട്ടുമിക്ക ഭാഗങ്ങളും കമന്റ് ഇടുന്ന ആൾക്കാരും അതേപോലെ തന്നെയാണ്. ഈ കുടുംബ സീരിയലിലെ വഴക്ക് കണ്ട് രസിക്കുന്ന ആൾക്കാരല്ലേ, സ്വന്തമായിട്ട് പ്ലഷർ അനുഭവിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് വ്യൂവേഴ്സാണ് ഒട്ടുമിക്ക ആൾക്കാരും. അതിൽ ഈ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ സബ്സ്ക്രൈബേഴ്സും കാണുന്ന ആൾക്കാർ ചോദിച്ചാൽ നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോസ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നത്? ആ സജിത വീഡിയോ കണ്ടിട്ട് അത് വെച്ചിട്ട് അരി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു കുടുംബ പ്രശ്നമല്ലേ? കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബത്തിന്റെ അകത്തേ നടക്കുന്നതല്ലേ? അത് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനാണ് നിങ്ങൾ അതും കൂടി എടുത്തിട്ട് പിന്നെയും കുറെ ആളുകളിലേക്ക് എത്തിച്ചിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് ആ ഒരു കുടുംബത്തിനെ എക്സ്പോസ് ചെയ്യുന്നത്? അവിടെ അവർക്ക് ഇത്രയും കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് അതിനുള്ള പ്രായമായിട്ടില്ല, എന്താണ് നടക്കുന്നുള്ളത് ലോകപ്രായമായിട്ടില്ല. കുറച്ചും കൂടി ഏജ് ആകുമ്പോഴത്തേക്ക് അവർക്ക് ഇതിൽ ആരെങ്കിലും തിരുത്താനായിട്ടുള്ള അറിവൊക്കെ ഉണ്ടാവുള്ളൂ, ഏതാണ് ശരി തെറ്റെന്നൊക്കെ ഉള്ളത് മനസ്സിലാവാനായിട്ട് കുറച്ചും കൂടി പ്രായമാവണം. അപ്പൊ അവരെയും കൂടി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളും കൂടിയല്ലേ ഇത് എന്താ പറയുക കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിൽ. നല്ല രീതിയിലാണ് ഈ ഒരു കുടുംബത്തിന്റെ ഒരു ഇമേജ് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഈ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുണ്ടെങ്കിൽ കൊള്ളായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവർക്കും കണ്ടന്റും കാര്യങ്ങളും വേണം, സബ്സ്ക്രൈബേഴ്സും
അതുപോലെ വാച്ച് അവരെല്ലാം വേണം, അതൊക്കെ എല്ലാം മനസ്സിലാക്കും. പക്ഷെ അതോടൊപ്പം എന്തെങ്കിലും ഒരു സമൂഹ നന്മയും കൂടി കാണണ്ടേ. ഇപ്പൊ നിങ്ങൾക്ക് അതേപോലെ വൈറലാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഒരിടക്ക് ഏതാണ് ചന്ദനമഴ സീരിയല്, അങ്ങനെ ഏതൊരു സീരിയല് ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് കുറെ പേര് റിയാക്ട് ചെയ്യണ്ടായിരുന്നു. അതൊക്കെ വെച്ച് റിയാക്ട് ചെയ്യും. അതാകുമ്പോഴത്തേക്ക് ആരുടെയും കുടുംബത്തിനെ ബാധിക്കുന്നില്ലല്ലോ. അത് ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് പ്രീ ഷൂട്ട് ചെയ്ത ഒരു ആക്ടാണ്. അപ്പൊ അങ്ങനത്തെ സീരിയലൊക്കെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും. അത് കാണാൻ വേണ്ടി പിന്നെയും കാണികളുണ്ടാവും. ആരും അത് ബാധിക്കില്ല. നിങ്ങൾക്ക് സമൂഹത്തിലൊരു മെസ്സേജ് കൊടുക്കാം, ഇന്ന പോലെ നിങ്ങൾ ചെയ്യരുത്, ഇതൊരു ബാഡ് ഫാമിലിയുടെ ഒരു ഇതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പോലെ ഒരു അമ്മായിമ്മ മരുമോൾ ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് കിട്ടും. അല്ലാണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന റിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ വെച്ച് കാണിച്ചിട്ട് അവരെ ചീത്ത രീതിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വളരെ മോശം രീതിയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ വീഡിയോസ് ചെയ്യരുത്. ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രശ്നേഷിന്റെ ആ ഒരു വീഡിയോ വന്നപ്പോഴത്തേക്കും അത് പുള്ളി ആ മണ്ടത്തിനെ കാണിച്ചു. പുള്ളിയുടെ വ്യൂവേഴ്സ് കണ്ട് അത് പുള്ളിയുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയി. അത് പോട്ടെ, നിങ്ങൾ എന്തിനാണ് പിന്നെയും ആ കണ്ടന്റ് എടുത്തിട്ട് പെങ്ങൾ ഇങ്ങനെ പറയരുത് എന്നുള്ള രീതിയിൽ അതിന്റെ ക്ലിപ്പിങ്സ് ഒക്കെ വെച്ച് ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ പിന്നെയും കുറെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നതല്ലേ. അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുന്ന പ്രേക്ഷകരെ ചിന്തിക്കുക, നിങ്ങൾ എന്താണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് അതിൽ കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. വെറുതെ അതിൽ മീനിങ്സ് ഒന്നുമില്ല. ജസ്റ്റ് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം കേട്ടിട്ട് അതിലെ വാലും തുമ്പും വെച്ചിട്ട് കുറെ അഭ്യൂഹങ്ങൾ പറയാം, വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് എന്താണ് കുറെ ലൈക്കും സബ്സ്ക്രൈബേഴ്സും നേരിട്ട് അതിലൂടെ പണം ഉണ്ടാക്കുക. അത് മാത്രമേ ഉദ്ദേശമുള്ളൂ. എന്തെങ്കിലും സാമൂഹ്യ നന്മ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലുള്ള വീഡിയോസ് ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അത് മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.